ഫൈനലി ആൻഡ്രോയിഡ് ഫാൻസിന് സ്വന്തം അഹങ്കാരം സാംസങ് എസ് സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെ, 3 ഫോൺസ് ലോഞ്ച് ചെയ്തു. ആപ്പിൾ വേഴ്സസ് സാംസങ് ആണ്. പക്ഷേ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ആപ്പിൾ ആൻഡ് സാംസങ് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം രണ്ടിൻ്റെയും പ്രൈസ് കണ്ടാൽ നമുക്ക് നെഞ്ചുവേദന എടുക്കും. അതുകൊണ്ട് ആപ്പിളാണ് അങ്ങനെയൊന്നും പറയാനില്ല. ആപ്പിളിൻ്റെ റേറ്റ് കൂടുതലാണെന്നൊന്നും പറയണ്ട. സാംസങ് ഒത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തലവേദന ആയതുകൊണ്ട് ഞാൻ വേഴ്സസ് എന്ന് പറഞ്ഞ ഫൈറ്റ് മാറ്റിയിരിക്കുകയാണ്. സാംസങ് ആൻഡ് ആപ്പിൾ, അതായത് നമ്മുടെ ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക എന്ന് പറഞ്ഞല്ലോ, വേഴ്സസ് അല്ല. ഓക്കെ, മെസ്സി ആൻഡ് റൊണാൾഡോ. അപ്പോൾ നമുക്ക് 3 ഫോൺസിനെ പറ്റി സംസാരിക്കാം. ഓഫ് കോഴ്സ് ഒരു വർഷത്തിൽ നമുക്ക് ആപ്പിളിനെതിരെയുള്ള ആകെ ഒരു സാധനമാണ് സാംസങ്. പിന്നെ സാംസങ്ങിനെതിരെയുള്ള ആകെ ഒരു സാധനമാണ് ആപ്പിൾ അല്ലേ. എനിവേ, കുറച്ച് വർഷങ്ങൾക്ക് അതൊരു 1-2 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു ലോഞ്ച് ഇവന്റ് കണ്ടാൽ ഞാൻ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് 5G വി ഹാവ് 5G ഇങ്ങനെ പാട്ട് പാടി 5G എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ 5G മാറി AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI കൊണ്ട് ഇപ്പോൾ പുറത്തിമുട്ടിരിക്കുകയാണ്. ഈ ലോഞ്ച് ഇവന്റിന്റെ പകുതി മുക്കാലും AI ആയിരുന്നു. ഫോണിനെ പറ്റി പറഞ്ഞത് വളരെ കുറച്ചായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. AI ഇസ് വെരി ഡേഞ്ചറസ് എന്ന് ഏതോ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ, നമുക്ക് 3 ഫോൺസിനെ പറ്റി സംസാരിക്കാം. പിന്നെ AI പറ്റി സംസാരിക്കാം. S24 പ്ലസിൽ നിന്ന് ആദ്യം തുടങ്ങാം. 2 ഫോൺസും ഏറെക്കുറെ ഇരട്ട സഹോദരന്മാരാണ്. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം സിമിലർ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ പറയാം ഞാൻ. കൂടാതെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും പറയാം. പിന്നെ ഇതൊരു ഒപ്പീനിയൻ വീഡിയോ ആണ്. എൻ്റെ ഫോൺസ് ഒന്നുമില്ല. സോ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തു. ആദ്യമായിട്ട് നമുക്ക് ഈ 2 ഫോൺസിനെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം ഫ്രെയിമാണ് ഓഫ് കോഴ്സ്. പിന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് 2 ഉണ്ട്. ഗൊറില്ല വിക്ടസ് 2. അതെ, വളരെ സന്തോഷം. ഡിസൈനകത്ത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അൾട്രയും ഒരു ഡിസൈൻ മാറ്റമില്ല. എല്ലാം ഉൾട്ര പോലെ തന്നെ ഇരിക്കുന്നു. അത് 2-3 വർഷമായിട്ട് ഓരോ സാധനം തന്നെയാണ്. എനിവേ, ഡിസൈൻ വളരെ ശോകം. എല്ലാ ഫ്ലാഗ്ഷിപ്സും ഇപ്പോൾ ഡിസൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഫൈൻ, അവരുടെ ഇഷ്ടം. സോ ആദ്യമായിട്ട് നമുക്ക് S24 ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.2 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ്. LTPO ഡിസ്പ്ലേ ആണ്. LTPO 2.0 ഫുൾ HD+ റെസൊല്യൂഷൻ ആണ്. സെയിം ഡിസ്പ്ലേ 2600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഈ സെയിം ഡിസ്പ്ലേ ക്വാഡ് HD+ലേക്ക് ആക്കി കഴിഞ്ഞാൽ S24 പ്ലസിൻ്റെ ഡിസ്പ്ലേ, അതായത് S24 പ്ലസിൽ നമുക്ക് ക്വാഡ് HD+, എനിക്ക് തോന്നുന്നത് 2K റെസൊല്യൂഷൻ ക്വാഡ് HD+ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഡിസ്പ്ലേയുടെ ഡിഫറൻസ്. സോ AMOLED സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ. അടുത്തടുത്ത് നമുക്ക് 2 ഫോണിൻ്റെ പ്രൊസസ്സറിനെ പറ്റി സംസാരിക്കാം. ഇവിടെയാണ് ഭയങ്കര ശോകം. അതായത് USA, ജപ്പാൻ, ചൈന, കാനഡ, ഈ പറഞ്ഞ 4 രാജ്യത്തിലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 പവർഫുൾ ചിപ്സെറ്റാണ് വിജയം. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യ, സൗത്ത് കൊറിയ ആൻഡ് റിമൈനിങ് all other countries Exynos 2400 ചിപ്സെറ്റാണ്. ഡെക്ക കോർ പ്രൊസസ്സറാണ്. Exynos 2400 പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 10 കോറിൻ്റെ നല്ല മികച്ച പ്രൊസസ്സറാണ്. S23ലേക്ക് ഇനി നോക്കാം കേട്ടോ, സമയം അതിക്രമിച്ചിട്ടില്ല. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് ഇതിൻ്റെ റിയൽ ലൈഫ് ടെസ്റ്റിംഗ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ഡയലോഗ് അടിക്കാനൊന്നുമില്ല. ഞാൻ ഓൾറെഡി Exynos 2400 വേഴ്സസ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചെയ്തായിരുന്നു. ഒന്ന് കണ്ടു നോക്കാം ചിപ്സെറ്റിന് തമ്മിൽ അറിയാൻ വേണ്ടി. 10 കോറുണ്ട്, എഫിഷ്യൻസി കോർ 2 ഉണ്ട്. പക്ഷേ മൊത്തത്തിലൊരു ചോദ്യചിഹ്നമാണ്. എനിവേ, കാരണം ഇപ്പോഴും നമുക്ക് വിശ്വാസമായില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം ഒരു വിശ്വാസം വരും. അപ്പോൾ പ്രൊസസ്സർ ഇങ്ങനെയാണ്. എന്തായാലും കുഴപ്പമില്ലായിരിക്കും. നിങ്ങൾക്ക് ഡേ ടു ഡേ ടാസ്കിലൊന്നും പ്രശ്നം വരത്തില്ല. പക്ഷേ ഹീറ്റിംഗ്, പിന്നെ ഒപ്റ്റിമൈസേഷൻ, ബാറ്ററി, ഇതൊക്കെയാണ് നോക്കുന്നത്. അടുത്തായിട്ട് 3 ഫോൺസിന് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണത്തിലേക്ക് കടക്കാം. ആൻഡ്രോയിഡ് 14 ആണ്. 1UI 6.1 ആണ്. 7 years ഓഫ് അപ്ഡേറ്റ്. 2024 തൊട്ട് 2031 വരെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്മൂത്ത് ആണ്. കാരണം 7 വർഷ OS അപ്ഡേറ്റും 7 വർഷ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഗൂഗിൾ പിക്സൽ. പക്ഷേ പിക്സൽ നമുക്കൊരു ഉറപ്പില്ല. ഗൂഗിളാണ് എനിക്കൊരു വിശ്വാസമില്ല. പക്ഷേ സാംസങ്ങിന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഉറപ്പില്ല, അവരങ്ങനെ കൊടുക്കാറില്ല. ഒരു പരിധി വരെ അവർ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പ്രതീക്ഷിക്കാം 7 വർഷം ബിഗ് തംസ് അപ്പ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോൺസിൻ്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് കിടക്കാം. 2 ക്യാമറ സെയിം ആണ്. 50 മെഗാപിക്സലിന് OIS ഉള്ള പ്രൈമറി ക്യാമറ ഉണ്ട്. 12 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്. 10 മെഗാപിക്സൽ 3x പെരിസ്കോപ്പ് ടെലിസ്കോപ്പ് ലെൻസ് ആണ്. അതായത് പെരിസ്കോപ്പ് ലെൻസ് ആണ്. 12 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഇവിടെ ഒന്നും നമുക്ക് കൂടുതൽ പറയാനില്ല. ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ പറ്റി പറയുമ്പോൾ എല്ലാം ടോപ്പ് നോച്ചാണ്. എന്തൊക്കെയാണ് വളരെ ചെറിയ പ്രശ്നങ്ങളിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ നെഗറ്റീവ്സ് കുറവാണ്, പക്ഷെ പെർഫെക്റ്റ് അല്ല. നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷേ കുറവായിരിക്കും. സോ ക്യാമറ ഈസ് ഓൾവേസ് ബ്രില്യൻറ്റ് സാംസങ് ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ നമുക്ക് ഡെയിലി പിടിക്കാനില്ല. എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ Wi-Fi 6 ആണ്, ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, IP68 വാട്ടർ റേറ്റിംഗ് ഉണ്ട്, USB 3.2 പോർട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല കാര്യം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. സോ എല്ലാ പ്രീമിയം സാധനങ്ങളും ഉണ്ട്. 4000 mAh ബാറ്ററിയും 25 വാട്ട്സിന് അൾട്രാ പവർഫുൾ ഫാസ്റ്റ് ചാർജറാണ്. പെട്ടിക്കകത്തില്ല. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. 24 45 വെക്കായിരുന്നു കേട്ടോ. കാരണം ഇവിടെ 120 ആയി.
അതെ. കൂടാതെ S24 പ്ലസിൽ 4900 mAh ബാറ്ററിയും 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജറും 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജ്. സന്തോഷം, 45 വാട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫോണിൻ്റെയും പ്രൈസിങ്ങിലേക്ക് കിടക്കാം. S24 തുടങ്ങുന്നത് 80,000 രൂപയ്ക്കാണ്, 8GB 256GB. ഇനി നമ്മുടെ S24 പ്ലസ് തുടങ്ങുന്നത് 12GB 256GB ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതെ, 24 പ്ലസ് 1 lakh ആണ്. അപ്പോൾ രണ്ട് ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ 24 പ്ലസിനേലും കൂടുതൽ സെൻസ് 24 എടുക്കുന്നതാണ്. കാരണം ബാറ്ററി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. കൂടാതെ ഡിസ്പ്ലേ ക്വാഡ് HD+ ആണ്. ഡിസ്പ്ലേയിൽ ഞാൻ അങ്ങനെ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നില്ല. കാരണം ഫുൾ HD+ ആൻഡ് ക്വാഡ് HD+, ചെറിയ ഒരു ഷേപ്പുള്ള അല്ലെങ്കിൽ ചെറിയ സൈസുള്ള ഡിസ്പ്ലേക്കകത്ത് ഡസിൻ മാറ്റർ എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക്. ഡിഫറൻസ് കാണുന്നവരുണ്ടാകാം, കാരണം കഴിഞ്ഞ ഡിസ്പ്ലേയുടെ പേരിൽ കുറേ പേര് കേർവ്ഡ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ഐ റെസ്പെക്ട് ദം. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. സോ അതുപോലെ തന്നെ ഇവിടെ ക്വാഡ് HD+ മേ ബി ചിലർക്ക് നല്ലതായിരിക്കും, പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ മാത്രം വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ ബാറ്ററി 900 mAh കൂടുതലാണ്. പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജറുണ്ട്. ബാക്കി എല്ലാം സെയിം ആണ്. സോ വാല്യൂ ഫോർ മണി പെർസ്പെക്റ്റീവിൽ 24 ആയിരിക്കും ബെറ്റർ. പക്ഷേ എക്സിനോസ് ഉള്ളതുകൊണ്ട് തന്നെ S23 നോക്കിക്കൂടെ? ഞാൻ ഒന്നുകൂടെ ചോദിക്കുക പ്ലീസ്. അടുത്തായിട്ട് നമുക്ക് ആന ഇൻ ദ മുറിയിലേക്ക് സംസാരിക്കാം. എലിഫന്റ് ഇൻ ദ റൂം. S24 അൾട്ര. അതെ, ഫുൾ അൾട്രയാണ്. ഇവിടെ കൂടുതൽ നമുക്ക് പറയാനില്ല, ഫുൾ അൾട്ര എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു ഫോൺ നമുക്ക് 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡൈനാമിക് AMOLED 2x LTPO ഡിസ്പ്ലേ ആണ്. ഇവിടെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇവിടെയും സെയിം 2600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ 2600 നിറ്റ്സ് ഔട്ട്ഡോറിൽ മാക്സിമം 2600 നിറ്റ്സേ വരും. ബാക്കി ഫോൺസ് പോലെ 3000 നിറ്റ്സിൽ ചെറിയ പോർഷനിലാണോ എന്നുള്ള വ്യക്തമല്ല. എനിക്ക് തോന്നുന്നത് ഗ്ലോബൽ ബ്രൈറ്റ്നസ് ആണ്. അതായത് വെയിലത്ത് നിന്നാൽ 2600 വരേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഈ ക്ലെയിം ചെയ്യരുത്. സാംസങ് കണ്ട് പ്രതീക്ഷിക്കാം, കുഴപ്പമില്ല. ഇനി പ്രൊസസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. അൾട്ര മാത്രം അവർ ഈ പറഞ്ഞ വെള്ളം കുരുട്ട് കല ഉടച്ച് കളഞ്ഞില്ല. സ്നാപ്ഡ്രാഗൺ 8 Gen 3 തന്നെയാണ് എല്ലാ രാജ്യത്തിനും കൊടുത്തിരിക്കുന്നത്. വളരെ സന്തോഷം. അത് തന്നെ അപ്പുറത്തും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെയിൽസ് കൂടി. കാരണം S23 റെക്കോർഡ് സെയിൽസ് ആയിരുന്നു 22-ൽ. ഓക്കെ, സന്തോഷം. 8 Gen 3 ഒന്നും പറയാനില്ല. ഇറ്റ്സ് ടോപ്പ് ഓഫ് ദ ലൈൻ ആൻഡ്രോയിഡ്. കാരണം ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഓൾറെഡി നമ്മൾ 8 Gen 3 പറ്റി ചിപ്പ് വീഡിയോ ഇട്ടാണ്. അതിനകത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. സംഭവം അടിപൊളിയാണ്. പെർഫോമൻസിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ചില ബെഞ്ച് മാർക്കിൽ ആപ്പിളിനേലും ബെറ്ററാണ്. പക്ഷേ സിംഗിൾ കോറിൽ ഇനി പിടിക്കാനിരിക്കുന്നു. വി ആർ വെയിറ്റിംഗ്. ഇതിനകത്ത് നമുക്ക് 7 വർഷത്തിന് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉണ്ട്. ക്യാമറയിലേക്ക് വരാണെങ്കിൽ ഇംപ്രൂവ്ഡ് ക്യാമറ എന്നാ പറഞ്ഞോളൂ. എല്ലാം ഏറെക്കുറെ സിമിലർ ആണ്. പിന്നെ 5x ഒരു ക്യാമറ ഉണ്ട്. അതായത് 200 മെഗാപിക്സലിന് പ്രൈമറി OIS ഉണ്ട്, 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്, 50 മെഗാപിക്സലിന് 5x ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. കൂടാതെ 10 മെഗാപിക്സൽ 3x ടെലിഫോട്ടോ ഉണ്ട്. 10x ടെലിഫോട്ടോ മാറ്റി. കഴിഞ്ഞ വർഷം വരെ 100x പെരിസ്കോപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു സമ്പ്രദായം അവരെടുത്ത് മാറ്റി. എന്നാ പറയുക, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം AI എന്നാണ് കൂടുതൽ ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വരെ 100x പെരിസ്കോപ്പ് എന്നായിരുന്നു. ഇനി നമുക്ക് അവരുടെ ലോഞ്ചിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന AI ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാം. ഇവിടെ നമ്മൾ കുറച്ചേ സംസാരിക്കുള്ളൂ. ഇനി ഫസ്റ്റ് വണ്ണാണ് സർക്കിൾ ടു സെർച്ച്. അതായത് ഹോം ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിലുള്ള എന്തെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് സർക്കിൾ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ജസ്റ്റ് സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഗൂഗിൾ സെർച്ച് പോകും. അതായത് ഗൂഗിൾ ലെൻസിലേക്ക് അത് പോയിട്ട് അതിൻ്റെ സെർച്ച് റിസൾട്ട് സിമിലർ ആയിട്ടുള്ള നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതായത് പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ്. കൊള്ളാം. അടുത്തായിട്ടുള്ളതാണ് ലൈവ് ട്രാൻസ്ലേറ്റ്. അതായത് നിങ്ങളൊരു കോൾ വിളിക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പുറത്തിരിക്കുന്ന ആൾ ഹിന്ദിക്കാരനും അപ്പുറത്തിരിക്കുന്ന ആൾ സ്പാനിഷുകാരനുമാണെങ്കിൽ തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ. ഡിലേ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നു, അപ്പുറത്ത് നമുക്ക് അത് സ്പാനിഷിൽ ഓൺ ദ പോയിന്റ് കേൾക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ആക്യുറസി റേറ്റ് ഒക്കെ ഇമ്പ്രൂവ് ആകണമെന്നാണ് പല റിവ്യൂസും പറഞ്ഞത്. പക്ഷേ സംഭവം നല്ലൊരു ഐഡിയ ആണ്. മലയാളം ഒന്നുമില്ല കേട്ടോ. അത് ഹിന്ദി ഉണ്ട്, കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. ഹിന്ദി, സ്പാനിഷ്, ഇംഗ്ലീഷ് അങ്ങനെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ മേ ബി നേറ്റീവ് ലാംഗ്വേജസ് ഒക്കെ കുറച്ചാൾ കഴിഞ്ഞ് വരും. എന്നാലും സംഭവം കൊള്ളാം. അതായത് പണ്ടത്തെ പോലെ അത്ര ഡിലേ ഇല്ല. ഓൾറെഡി പിക്സലിനകത്ത് സിമിലർ സാധനം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇൻബിൽട്ടാണ്. ഫോൺ വെച്ച് തന്നെ ഫോണിൻ്റെ ആ ഒരു പവർ യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ചിലതിന് നെറ്റ് വേണം, ചിലതിന് നെറ്റ് വേണ്ട. നെറ്റ് വേണ്ടത് കൂടുതലും ഗൂഗിളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള AI എഞ്ചിനാണ്. അതായത് ജിമിനി അവരുടെ മോഡൽ വെച്ചാണ് കുറേ സാധനം ചെയ്യുന്നത്. കുറച്ച് AI ഫീച്ചേഴ്സൊക്കെ ഫോൺ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഓടും. ഇപ്പോൾ 8 Gen 3 ഓൾറെഡി ജനറേറ്റീവ് ഫീൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ചില സാധനമൊക്കെ ഓൾറെഡി ആ ഒരു ഫോൺ നെറ്റ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഗൂഗിളിലെ കൊളാബറേഷനിലുണ്ട്. ഗാലക്സി AI എന്നാണ് ഇതിനെ മൊത്തത്തിൽ പറയുന്നത്. പക്ഷേ ഗൂഗിളിലെ കൊളാബറേഷൻ ചില സാധനത്തിലുണ്ട്. ചിലർ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. എനിവേ ഈ ഒരു ഫീച്ചർ കുഴപ്പമില്ല. ലൈവ് ട്രാൻസ്ലേറ്റ് നമ്മൾ വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ എല്ലാ ലാംഗ്വേജും വരണം. ഇന്റർപ്രറ്റർ തന്നെ ട്രാൻസ്ലേഷൻ പോലെയാണ്. പക്ഷെ അത് നേരിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു രാജ്യത്ത് ഇറങ്ങി ആ ഒരു രാജ്യത്ത് എന്നിട്ട് ഇപ്പം നമുക്ക് അവരുടെ ഭാഷ അറിയത്തില്ലെങ്കിൽ നേരെ ഈ ഇന്റർപ്രറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോൺ രണ്ടായിട്ട് സ്പ്ലിറ്റ്, അതായത് സ്ക്രീൻ സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് സ്ക്രീൻ വന്നിട്ട് ഒരു സൈഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വോയിസ് അവർക്ക് കേൾക്കാം. ഇവിടെ നമ്മളാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന് ട്രാൻസ്ലേറ്റഡ് അവിടെ കേൾക്കാം. അവർ സംസാരിക്കുന്നതിന് ട്രാൻസ്ലേറ്റ് ഇവിടെ കേൾക്കാം. അതായത് ചെറിയ മെഷീനൊക്കെ ഉണ്ട് ചൈനയിലൊക്കെ ഓൾറെഡി. അപ്പോൾ ആ ഒരു സെയിം ഫീച്ചർ നമ്മുടെ ഫോണിൽ നാറ്റീവായിട്ട് കിട്ടും. അപ്പം ഇതിനകത്തും ഹിന്ദിയും സ്പാനിഷ് ഇംഗ്ലീഷൊക്കെ ഉണ്ട്, മലയാളമില്ല.
അതെ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമില്ലാത്തത്. പിന്നെയുള്ള ചാറ്റ് അസിസ്റ്റ് ആണ്. എല്ലാം ഈ ലാംഗ്വേജ് ബേസ് കേട്ടോ. ചാറ്റ് അസിസ്റ്റിനകത്ത് തന്നെ കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചാറ്റ് നമുക്ക് ഹെൽപ്പ് കിട്ടും. അപ്പം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന സാധനം ജസ്റ്റ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്ന ആ ഒരു സ്പീഡിൽ തന്നെ ട്രാൻസ്ലേറ്റ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് ഫുൾ ടൈപ്പ് ചെയ്തിട്ട് അത് സെൻഡ് അടിക്കുമ്പോൾ തന്നെ അത് ഹിന്ദിയിൽ അവിടെ ചെല്ലും. ഓൺ ദ പോയിന്റ് ട്രാൻസ്ലേഷനിൽ മെസ്സേജ് ആയിട്ട് അതും കൊള്ളാം. പിന്നെ കൂടാതെ തന്നെ അത് നമുക്ക് അതിനകത്ത് തന്നെ കുറച്ച് വേറെ കുറേ ടൂൾസ് ഒക്കെ ഉണ്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ നേരത്ത് നമുക്ക് വാട്സപ്പിൽ കുറേ ഗ്രൂപ്പ് മെസ്സേജസ് ഒക്കെ വന്നെങ്കിൽ നമുക്ക് ഈ ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്ത് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ചാറ്റിൽ ഇപ്പം ചില സമയത്ത് നമ്മൾ വാട്സപ്പിൽ 10-300 മെസ്സേജ് ഒക്കെ കാണും. നമ്മളെല്ലാം കുത്തിയിരുന്ന് നോക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളതിൻ്റെ ഒരു സമ്മറി ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞ ഫീച്ചർ വെച്ച് കിട്ടും. അതുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ചവർ പോലെ ഇരുന്ന് ഈ പറഞ്ഞ മെസ്സേജ് നോക്കണ്ടല്ലോ. അടുത്തായിട്ടുള്ള എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് നോട്ട് അസിസ്റ്റ്. അതായത് നമ്മൾ കാര്യമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് ഒരു പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്തെങ്കിൽ ആ പാരഗ്രാഫ് ഫുള്ള് സെലക്ട് ചെയ്ത് നോട്ട് അസിസ്റ്റ് വെച്ച് നമുക്ക് ആ പാരഗ്രാഫിന് ഫുള്ള് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട്, അതായത് വളരെ സമ്മറൈസ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സിൽ കൂടാതെ ഹെഡിങ് ഒക്കെ വെച്ച്, അതായത് നമ്മൾ വേർഡിൽ പെർഫെക്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന പോലെ നോട്ട് അസിസ്റ്റിനെ ഒറ്റ ക്ലിക്കിലെല്ലാം ചെയ്ത് ഹെഡിങ്ങും ബുള്ളറ്റ്സ് ആയിട്ട് സമ്മറൈസ് ചെയ്ത്, അത് വേണ്ട പോയിന്റ് മാത്രം. ചാറ്റ് ജിപിടിക്കകത്ത് നമ്മൾ ചില സമയത്ത് പറയാറില്ല ബുള്ളറ്റ്സ് ആയിട്ട് സമ്മറൈസ് ചെയ്യാനൊക്കെ പറയാം. അത് ആ ഒരു സെയിം സാധനം തന്നെ നമുക്ക് നേറ്റീവ്ലി ഫോൺ ചെയ്യാൻ പറ്റും. ഫോട്ടോയുടെ ഈ പറഞ്ഞ എയുടെ സാധനം കുറേ ഉണ്ട്. അതായത് ഒബ്ജക്ട് റിമൂവിങ്, പിന്നെ സജസ്റ്റ് ചെയ്യും നമുക്ക് ഇന്ന സാധനം റിമൂവ് ചെയ്യണമെന്ന് അവർ ചോദിക്കും. സാധാ മറ്റേ എറൈസർ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ എൻഹാൻസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് Wi-Fi 7 ഉണ്ട്. അൾട്രാ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. കൂടാതെ നമുക്ക് ഇവിടെ ടൈറ്റാനിയം ഫ്രെയിം ആണ്. IP68 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. USB 3.2 പോർട്ട് ഉണ്ട്. അപ്പം എല്ലാ സെറ്റപ്പും ഉണ്ട്. കൂടാതെ നമ്മുടെ ഗൊറില്ല ഗ്ലാസിന്റെ പുതിയ സാധനമുണ്ട്. വിക്ടസ് 2 കഴിഞ്ഞുള്ള ആർമർ, പുതിയ പ്രൊട്ടക്ഷനാണ്. ഗൊറില്ല ഗ്ലാസ് ആർമർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡിസൈനെ പറ്റി ഞാൻ പറയായിരുന്നെന്ന് വെച്ചാൽ സെയിം ആയതുകൊണ്ടാണ്. പക്ഷേ ടൈറ്റാനിയം പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. ആപ്പിൾ ടൈറ്റാനിയം ഇട്ട് കഴിയുമ്പോൾ ഇവർ ടൈറ്റാനിയം ഇടുന്നു. ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണോ എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല. കുറേ സാധനങ്ങൾ വളരെ സിമിലർ ആയിട്ടാണ്. ഇത് കോമ്പറ്റീഷൻ കയറ്റാൻ വേണ്ടിയാണോ എന്ന് അറിയത്തില്ല. കാരണം ജെറിയണ്ണൻ ഓൾറെഡി ടൈറ്റാനിയം അത്ര പവർ അല്ലെന്ന് പറഞ്ഞു. ഓൾറെഡി ടൈറ്റാനിയം നല്ലതാണ്, പക്ഷേ ഫോണിൽ യൂസ് ചെയ്യുന്ന അത്രയ്ക്ക് പവർ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ആ ടൈറ്റാനിയം അവർ പ്രൊമോഷന് വേണ്ടി ആപ്പിൾ ഇറക്കി, സെയിം രീതിയിൽ തന്നെ ഇവരും ഇറക്കി. ഇതുപോലെ തന്നെ പല സാധനങ്ങളും ഇങ്ങനെ ഒരുമാതിരി സിമിലർ ആയിട്ടാണ്. കമ്പനികൾ തമ്മിൽ എന്തോ അന്തർദേശിക കടമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 12GB 256GB പ്രൈസാണ്. 1,29,990. 1,30,000 മുകളിലോട്ട് ഞാൻ വായിക്കുന്നില്ല, കാരണം നെഞ്ചുവേന എടുക്കും. അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഏറെക്കുറെ മനസ്സിലായല്ലോ. അൾട്രയാണ്, എല്ലാം അൾട്രയാണ്. നെഗറ്റീവ് ഒന്നും പറയാനില്ല. 8 Gen 3 ഉണ്ട്. ഇവിടെ അൾട്രയ്ക്കകത്ത് ഒരു നെഗറ്റീവ് ഇല്ല. 24+ എക്സിനോസ് ആണെന്നുള്ളതാണ് ജസ്റ്റ് ഒപ്പീനിയനാണ്. ഇതിനകത്ത് കൂടുതലൊന്നും പറയില്ല, കാരണം ഹൈ എൻഡ് ആണല്ലോ. ഫുൾ പ്രൈസ് അങ്ങ് ഹൈ ആണ്. പിന്നെ അവിടെ നമുക്ക് കൂടുതൽ ഡെഫിനിഷൻ്റെ കാര്യമില്ല. ഒരു 90% ഓൾമോസ്റ്റ് ഫോൺ നല്ലതായിരിക്കും. 10% വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ്. അതായത് ഇപ്പം ഈ ടെക് റിവ്യൂവേഴ്സ് അല്ലെ ക്രിയേറ്റേഴ്സൊക്കെ നോക്കി വളരെ സൂക്ഷ്മ നിരീക്ഷണത്തോട് നോക്കി ക്യാമറയിൽ ഇന്ന പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. പക്ഷേ നോർമലി ഒരു കോമൺ മാൻ യൂസ് ചെയ്യുമ്പോൾ കൊള്ളാം, അത്രേ പറയാൻ പറ്റുള്ളൂ. സോ കൂടുതലൊന്നും പറയുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും